പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടതും അഭിമാനം നൽകുന്നതുമായ ഒരു വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ബ്രഹ്മോസിനെ കുറിച്ചറിയാം. ഇന്ത്യയുടെ അഭിമാനമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും പിഴവ് പറ്റാത്ത ആയുധമെന്ന് തെളിയിക്കപ്പെട്ടതാണ് നമ്മുടെ ബ്രഹ്മോസ്. ബ്രഹ്മോസ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. ഫിലിപ്പൈൻസ് നമ്മുടെ ഇത് വാങ്ങി, വിയറ്റ്നാം വാങ്ങാൻ പോകുന്നു. മറ്റ് പല രാജ്യങ്ങളും ബ്രഹ്മോസിന് വേണ്ടി കാവൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴിതാ ലോകത്തെ ഒരു വൻ ശക്തി, ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം റഷ്യ. റഷ്യക്ക് വേണം നമ്മുടെ ബ്രഹ്മോസ്. റഷ്യയിൽ പ്രതിരോധ വിദഗ്ധനായ അലക്സാണ്ടർ മാർക്കഷെഫിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങാൻ ആലോചിക്കുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ നേവൽ പതിപ്പ്, അതായത് നേവിക്ക് ഉപയോഗിക്കുന്ന അന്തർവാഹിനികളിൽ നിന്നും കപ്പലുകളിൽ നിന്നും ഉപയോഗിക്കാവുന്ന ബ്രഹ്മോസാണ് റഷ്യയ്ക്ക് ആവശ്യം. ഒരു 100 എണ്ണമെങ്കിലും ഉടനെ വേണം. ഉക്രൈൻ യുദ്ധം നടക്കുകയാണല്ലോ. ഉക്രൈനിൽ സെലൻസ്കിക്ക് ചില പണി കൊടുക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ബ്രഹ്മോസ് കൂടി വേണം എന്ന് ഇപ്പോൾ റഷ്യ ആഗ്രഹിക്കുന്നു എന്നാണ് അലക്സാണ്ടർ മർക്കഷെഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. പതിവ് പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാധ്യമങ്ങളിലെ വാർത്തയില്ല. ഇത് പറയുമ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാകും, അത് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും ചേർന്നുണ്ടാക്കുന്നതല്ലേ എന്നൊരു ചോദ്യം വരും. അത് ഒരു വല്ലാത്ത തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ചോദ്യമാണ്, രസകരമായ ചോദ്യവുമാണ്. അത് ബ്രഹ്മോസ് 1998 ഫെബ്രുവരി 12-നാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നത്. അതായത് ബ്രഹ്മപുത്ര നദിയുടെ ബ്രഹ്മ എന്നതും റഷ്യയിലെ മോസ്ക്വ നദിയുടെ മോസ് എന്നതുകൂടെ ചേർത്തിട്ടാണ് ബ്രഹ്മോസ് എന്നുള്ള പേരുണ്ടാകുന്നത്. ഇന്ത്യയിലെ മിസൈൽ വിദഗ്ധനായ ഡോക്ടർ എ ശിവതാണുപിള്ളയായിരുന്നു അതിൻ്റെ ആദ്യത്തെ MD-യും CEO-യുമായിരുന്നത്. ശിവതാണുപിള്ളയുമായും ബ്രഹ്മോസുമായും ബന്ധപ്പെടുത്തി ഒരു രസകരമായ കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഞാനത് ഈ സംഭാഷണത്തിൻ്റെ അവസാനം പറയാം. ഏതായാലും ബ്രഹ്മോസ് ഇങ്ങനെ ഉണ്ടാക്കി. അതിനകത്ത് നമ്മുടെ DRDO, റഷ്യയുടെ NPOM എന്ന് പറയുന്ന 2 കമ്പനികൾ ചേർന്നുള്ള ജോയിൻറ്റ് വെഞ്ചറാണ്. ഈ ജോയിൻറ്റ് വെഞ്ചറിൽ ഇന്ത്യക്ക് 50% ഷെയർ ഇന്ത്യയുടെയാണ്. 49.5% ഷെയർ റഷ്യയുടെ NPOM-നാണ്. അപ്പോൾ ഈ മിസൈലിന് വേണ്ടുന്ന റാംജെറ്റ് എഞ്ചിൻ, പ്രൊപ്പൽഷൻ സിസ്റ്റം, ഇത് രണ്ടും റഷ്യ തരും. റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ബാക്കി അതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം, സോഫ്റ്റ്വെയർ, എയർ ഫ്രെയിം, ഫയർ കൺട്രോൾ സിസ്റ്റം തുടങ്ങി എല്ലാം ഇന്ത്യയുടേതാണ്. അതായത് ബ്രഹ്മോസ് മിസൈലിൻ്റെ 75% ഭാഗങ്ങളും ഇന്ത്യ ഇവിടെ ഉണ്ടാക്കി ഫിറ്റ് ചെയ്യുന്നതാണ്. അതാണ് ബ്രഹ്മോസിൻ്റെ രഹസ്യം. ബ്രഹ്മോസ് ഏതാണ്ട് 75-80% ഇന്ത്യനാണ്. ഇന്ത്യ ഉണ്ടാക്കുന്നു. ഇത് ആർക്കെങ്കിലും വിൽക്കുന്നതിനുള്ള സമ്പൂർണ്ണ അവകാശം ഇന്ത്യക്കാണ്. ഇവർ റഷ്യൻ കമ്പനിക്ക് നമ്മൾ ഈ റാംജെറ്റ് എഞ്ചിനും പ്രൊപ്പൽഷൻ സിസ്റ്റവും കിട്ടാനുള്ള കരാറ് മാത്രമാണ് നമ്മളുമായിട്ടുള്ളത്. നമുക്കിപ്പോൾ 2 ഫാക്ടറികളുണ്ട് ബ്രഹ്മോസിന്. മൂന്നാമത്തതിൻ്റെ സ്ഥലം നമ്മൾ നോക്കിക്കൊണ്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. റഷ്യക്ക് P-800 ഒനിക്സ് എന്ന് പറയുന്നൊരു മിസൈലുണ്ട്. സത്യത്തിൽ ബ്രഹ്മോസിൻ്റെ അമ്മയാണ് ഈ ഒനിക്സ്. അതുകൂടാതെ റഷ്യക്ക് കാലിബർ, ഇസ്കന്ദർ തുടങ്ങിയ മിസൈലുകളുണ്ട്. ഈ ഇസ്കന്ദർ മിസൈലിന് 11,000 കിലോമീറ്റർ സഞ്ചരിക്കും. ഏതാണ്ട് മാക് 9 സ്പീഡൊക്കെ ഉള്ള സിർക്കോൺ സൂപ്പർസോണിക് മിസൈലുണ്ട്. ഈ കലിബറും ഇസ്കന്ദറും സബ്സോണിക്കാണ്. ഈ ദൂരപരിധി, റേഞ്ച് കുറവാണ്. ഇപ്പോൾ ഈ P-800 ഒനിക്സ് റഷ്യക്കുള്ളപ്പോൾ പിന്നെ ഇവർ എന്തിന് ബ്രഹ്മോസിൻ്റെ അമ്മയായ ഒനിക്സ് ഉള്ളപ്പോൾ പിന്നെ ബ്രഹ്മോസ് വാങ്ങുമോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. പക്ഷേ അതിന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒനിക്സ് എന്ന് പറയുന്ന പഴയ മിസൈലിനെ നമ്മൾ ആധുനികീകരിച്ചു. നമ്മൾ പുതിയ സാങ്കേതിക വിദ്യ ആഡ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം നമ്മുടേതാണ്, ഒനിക്സിൻ്റെ അല്ല. സോഫ്റ്റ്വെയർ നമ്മുടേതാണ്, ഒനിക്സിൻ്റെ അല്ല. എയർ ഫ്രെയിം നമ്മുടേതാണ്, ഒനിക്സിൻ്റെ അല്ല. ഫയർ കൺട്രോൾ സിസ്റ്റം നമ്മുടേതാണ്, ഒനിക്സിൻ്റെ അല്ല, റഷ്യയുടേതല്ല. എന്ന് പറഞ്ഞാൽ ഇത് ഒനിക്സിൻ്റെ പതിപ്പ് നമ്മളുണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടേതാക്കി മാറ്റി. ഇസ്രയേൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇസ്രയേൽ അമേരിക്കയുടെ F-35 ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് അഴിച്ചു പണിത് അത് ഇസ്രയേലിൻ്റെ ഒരു വിമാനമാക്കി അവർ മാറ്റും. നമ്മളും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ മിഗൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് അങ്ങനെയാണ് മാറ്റിയിരുന്നത്. അങ്ങനെയുള്ള ഈ നമ്മുടെ ബ്രഹ്മോസാണ് ഇപ്പോൾ അവർക്ക് വേണ്ടത്. ബ്രഹ്മോസിനെ സംബന്ധിച്ച് അവർ പറയുന്നത്, ബ്രഹ്മോസിന് ഒനിക്സിനെയും ഇസ്കന്ദറിനെയും സിർക്കോൺ ഒക്കെ എന്ന് പറയുന്ന റഷ്യയുടെ മിസൈലുകളെക്കാളും വില കുറവാണ്. പിന്നെ മാത്രമല്ല, എന്നും ഇതെടുത്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉക്രൈനിലേക്ക്. അതുകൊണ്ട് സാധനം സ്റ്റോക്ക് തീരുന്നു, ഉണ്ടാക്കിയെടുക്കാൻ താമസം. ഇന്ത്യയിലാണ് 2 ഫാക്ടറി ഇങ്ങനെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്കെടുത്ത് കീച്ചാൻ പാകിസ്ഥാൻ ഒരു അവസരം തരുന്നുമില്ല. അതുകൊണ്ട് സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ കൊടുക്കുകയാണ്. പണ്ട് റഷ്യയിൽ നിന്നൊക്കെ നമ്മൾ ആയുധം വാങ്ങുകയായിരുന്നു. ഇപ്പോൾ റഷ്യയ്ക്ക് വരെ ഇന്ത്യ ആയുധം വിൽക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ ഒനിക്സും കാലിബറും ഒക്കെ ഉള്ള റഷ്യ ഇപ്പോൾ ബ്രഹ്മോസ് തേടി വരുന്നു എന്ന് പറയുമ്പോൾ ബ്രഹ്മോസിൻ്റെ കൃത്യത, അത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ വെടിവെച്ചിടാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ബ്രഹ്മോസിന് വേണ്ടി റഷ്യ ആഗ്രഹിക്കുന്നതും അത് വാങ്ങാനുള്ള കരാറുമായി മുന്നോട്ട് നീങ്ങാൻ പോകുന്നതും എന്നാണ് ഡിഫൻസ് സൈറ്റുകളിൽ പറയുന്നത്. മാത്രമല്ല, നമ്മുടെ ഒരു ബ്രഹ്മോസ് മിസൈലിന് ഒരു 40-42 കോടി, അത് ഇപ്പോൾ വിയറ്റ്നാമിന് കൊടുക്കുന്ന, അല്ല ഫിലിപ്പീൻസിന് കൊടുക്കുന്ന കരാറിലെ വില അനുസരിച്ച് 40-42 കോടി രൂപ റേറ്റിനാണ് നമ്മൾ ബ്രഹ്മോസ് ഫിലിപ്പൈൻസിന് വിറ്റിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ റഷ്യക്കാർ നോക്കുമ്പോൾ റഷ്യൻ മിസൈലിനേക്കാളും വിലക്കുറവാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങി ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയാൽ പോലും ലാഭം അതാണ്. മികച്ച സാധനവും കിട്ടും. നമ്മൾ കിരാന ഹിൽസ് അടിച്ചു, പാകിസ്ഥാനിൽ അവരുടെ നൂർഖാൻ എയർബേസ് നമ്മൾ അടിച്ച് തകർത്തു. നൂർഖാനൊക്കെ കിടങ്ങ് പോലെ ആയി പോയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന താവളമായിരുന്നു, എയർബേസ് ആയിരുന്നു നൂർഖാൻ എന്നും. കിരാന ഹിൽസിൽ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വാർഹെഡ്സിൻ്റെ സ്റ്റോക്ക് പൈൽസ് വെച്ചിരുന്ന സ്ഥലമായിരുന്നു എന്തൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഔദ്യോഗികമായിട്ട് ഇന്ത്യയോ പാകിസ്ഥാനോ അമേരിക്കയോ അത് കൺഫേം ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അഭ്യൂഹം പോലെ. പക്ഷേ സാഹചര്യ തെളിവുകളെല്ലാം കറക്റ്റാണ്. അവിടെ ഉണ്ടായിരുന്ന ഭൂമിക്കടിയിൽ കിർണ ഹിൽസിൽ സൂക്ഷിച്ചിരുന്ന പാകിസ്ഥാൻ്റെ പക്കലുള്ള ആണവ പോർ മുനകളെല്ലാം നമ്മൾ ബ്രഹ്മോസ് കൊണ്ട് അടിച്ച് തകർത്തു എന്നത് ഏതാണ്ട് ഉറപ്പാണ്. പരോക്ഷമായി ഇന്ത്യൻ എയർഫോഴ്സും പാകിസ്ഥാനും അമേരിക്കയുമൊക്കെ, അമേരിക്കയിലെ CIA റിട്ടയർ ചെയ്ത ആളുകൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം ബ്രഹ്മോസാണ്. ബ്രഹ്മോസ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പിഴവില്ലാത്ത, ഏറ്റവും ശക്തമായ, ആരെയും ഭയപ്പെടുത്തുന്ന, ആരും പ്രതീക്ഷയോടെ ആഗ്രഹിക്കുന്ന ഒരു ആയുധമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മോസിനെ സംബന്ധിച്ചിപ്പോൾ മണിക്കൂറിൽ 3700 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മാച്ച് 2.8 ആണ് ബ്രഹ്മോസിൻ്റെ സ്പീഡ്. ആ ബ്രഹ്മോസിൻ്റെ ഇപ്പോൾ നമ്മളതിൻ്റെ വേഗത കൂട്ടാൻ ഉള്ള ശ്രമം നമ്മൾ നടത്തി. ഇപ്പോൾ 500 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, സൈനിക രഹസ്യങ്ങളാണ്, പരീക്ഷിച്ച് കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ഏതായാലും ബ്രഹ്മോസ് നമ്മളിപ്പം കച്ചവടം ചെയ്യുന്നു. ഫിലിപ്പൈൻസ് വാങ്ങി, വിയറ്റ്നാം വാങ്ങി, ഇന്തോനേഷ്യ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വാങ്ങുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയും റഷ്യയും ബ്രഹ്മോസ് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഉൾക്കിടിലം ഉണ്ടാകുന്നത് പാകിസ്ഥാന് മാത്രമല്ല, ചൈനയ്ക്കും കൂടിയാണ്. കാരണം ചൈനയുടെ പക്കലുള്ള മിസൈലുകളെക്കാളും എത്രയോ മികച്ചതാണ് ബ്രഹ്മോസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കപ്പലിൽ, ട്രക്കുകളിൽ നിന്ന്, ഓടുന്ന വാഹനങ്ങളിൽ നിന്ന്, വിമാനത്തിൽ നിന്ന്, സബ്മറൈനുകളിൽ നിന്നൊക്കെ ബ്രഹ്മോസ് വിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ റഷ്യ പോലും കാക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ആയുധമായി ബ്രഹ്മോസ് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും അഭിമാനകരം. നമുക്കറിയാം, നമ്മൾ ബ്രഹ്മോസ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്റ്റോക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നെക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. സിലിഗുരി കോറിഡോർ 22 കിലോമീറ്ററേ ഉള്ളൂ. അതങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകും എന്നൊക്കെ ഈ ബംഗ്ലാദേശ് പറയുന്നുണ്ടെങ്കിലും മുൻ മുഹമ്മദ് യൂനിസ്, മുൻ ചീഫ് അഡ്വൈസറായിരുന്നു പറഞ്ഞത്. പക്ഷേ നമ്മൾ അവിടെയൊക്കെ ആവശ്യം പോലെ ബ്രഹ്മോസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഡാക്ക പിന്നെ കാണത്തില്ല. ബംഗ്ലാദേശിൻ്റെ കുറേ ഭാഗം കൂടെ ചേർന്നിട്ട് 22 കിലോമീറ്റർ എന്നുള്ള വേണ്ടി വന്ന് 200 കിലോമീറ്റർ ആക്കാൻ നമുക്ക് ബ്രഹ്മോസ് എടുത്ത് പ്രയോഗിക്കേണ്ട, ബ്രഹ്മോസ് ഒന്ന് കാണിച്ചാൽ മതി. അതാണ് നമ്മുടെ അവസ്ഥ. ഏതായാലും വലിയ സന്തോഷമുള്ള വാർത്തയാണ് നമുക്ക്. ഈ ബ്രഹ്മോസ് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ എപ്പോഴും ആയി വരും. റഷ്യ ആഗ്രഹിക്കുന്നു, വാങ്ങാൻ പോകുന്നു. 100ഓളം ബ്രഹ്മോസ് മിസൈലുകളാണ് റഷ്യ വാങ്ങുന്നതെന്ന് പറയുന്നത്. നമ്മുടെ S-400 അടുത്ത ബാച്ച് ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ S-500 വാങ്ങാൻ പോകുന്നു. സുഹോയ് 57 Su-57 വിമാനങ്ങൾ, 5ാം തലമുറ വിമാനം തരാം, ഇന്ത്യക്ക് തന്നിരിക്കും. അത് ഇന്ത്യക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന തരത്തിൽ അതിൻ്റെ കൈമാറ്റം നടത്താമെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. അജിത് ഡോവൽ പുടിനെ പോയി കണ്ടിട്ടുണ്ട്. വലിയ മാറ്റം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആയുധ ഇടപാടിൽ, സഹകരണത്തിൽ മാറ്റം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രഹ്മോസ് അവർ വാങ്ങാൻ കൂടി തീരുമാനിക്കുന്നത് എന്നുള്ള വാർത്ത കൂടിയുണ്ട്. ഏതായാലും വലിയ സന്തോഷമുള്ള വാർത്തയാണ്. നമ്മൾ ആയുധം വാങ്ങിക്കൊണ്ടിരുന്ന, ലോകത്തെമ്പാടുമുള്ള ആയുധ വ്യാപാരികളുടെ കമ്പോളമായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും മികച്ച ആയുധങ്ങൾ വിൽക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നത് ഏതു ഭാരതീയനും അഭിമാനമുണ്ടാക്കുന്നതാണ്. നമ്മുടെ ബ്രഹ്മോസ് റഷ്യയുടെ കയ്യിലേക്ക് വന്നാൽ, റഷ്യ അതിനകത്ത് ഉക്രൈനിൽ പ്രയോഗിച്ചാൽ അതൊരു ചരിത്രമായിരിക്കും. ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യയുടെ ആയുധശേഷി, ഇന്ത്യയുടെ പ്രഹരശേഷി, ഇന്ത്യയുടെ പ്രതിരോധം, ഇതൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ കൂടുതൽ കരുത്തോടെ തുറന്നു കാട്ടാൻ പറ്റുന്നൊരവസരമാണ് റഷ്യ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങുന്നു എന്നത്.
നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. അതിൻ്റെ പുതിയ വിവരങ്ങൾ വരട്ടെ, കൂടുതൽ അപ്ഡേറ്റ്സ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് നിങ്ങൾ കാണുന്നു, വലിയ സന്തോഷം. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ അത് ചെയ്യണേ. അതൊരു വലിയ സപ്പോർട്ടാണ്.